ഹലോ, വെൽക്കം ടു കുക്ക് വിത്ത് മീ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ഡേറ്റ്സ് നിറച്ചതായിട്ടാട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ. അപ്പോൾ നമുക്ക് അതിനാവശ്യമുള്ള സാധനങ്ങൾ കുറച്ച് ബദാം, ഡേറ്റ്സ്, തേങ്ങ ചിരണ്ടിയത്, പഞ്ചസാര. പിന്നെ ഇതിൽ അണ്ടിപ്പരിപ്പും മുന്തിരി നമുക്ക് ഇടാം കേട്ടോ. പക്ഷേ അത് ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഇടുന്നില്ല. നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് ബദാം ഇട്ട് അതൊന്ന് നമുക്ക് വറുത്തെടുക്കാം. അതൊന്ന് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി അതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഈ ഒരു ബട്ടറിൽ തന്നെ ഈ തേങ്ങ ചിരവി വെച്ചത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് ആയ പഞ്ചസാര ഇട്ട് കൊടുക്കാം. നമുക്കത് നന്നായി മിക്സ് ചെയ്യാം. ഇനി നമുക്ക് വറുത്ത് വെച്ച ബദാം അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ആക്കി ഇത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഡേറ്റ്സിൻ്റെ ഉള്ളത്തൊക്കെ കുരു കളഞ്ഞെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളെല്ലാ ഡേറ്റ്സിൻ്റെ ഉള്ളത്തെ കുരു പോക്കി ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കുരു പോക്കിയ ആ ഭാഗത്തേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച തേങ്ങ മിക്സ് എല്ലാത്തിലേക്കും നിറച്ച് വെക്കാം. ഇതുപോലെ നമുക്ക് എല്ലാം നിറച്ച് ഇതുപോലെ ആക്കിയെടുക്കാം. അപ്പോൾ നമ്മളെല്ലാ ഡേറ്റ്സ് മിക്സൊക്കെ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാനുള്ള ബാറ്റർ റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ബാറ്റർ റെഡിയാക്കാനുള്ള ഒരു ബൗൾ എടുത്ത് അതിലേക്ക് മൈദ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് പിഞ്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇത് മധുരം ബാലൻസ് ചെയ്യാനാട്ടോ. ഇനി ഇച്ചിരി മഞ്ഞപ്പൊടി, പിന്നെ കുറച്ച് പഞ്ചസാര ഇട്ടാൽ മതി കേട്ടോ. ഡേറ്റ്സിലൊക്കെ നല്ല മധുരം ഉണ്ടായതുകൊണ്ട്
ഇനി ഇതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡ, ഇനി ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അത് നമുക്ക് ഈ ഒരു തിക്നെസ്സിലാട്ടോ നമ്മൾ ബാറ്റർ റെഡിയാക്കി എടുക്കണ്ടേ. ഇനി നമുക്ക് ഈ ഡേറ്റ്സ് ഒന്ന് ഇതിൽ മുക്കി ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ എണ്ണ ഇവിടെ നന്നായി ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഡേറ്റ്സ് ഓരോന്നെടുത്ത് ഈ ബാറ്ററിൽ മുക്കി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് മറിച്ച് കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ സ്റ്റൗ മീഡിയത്തിൽ ഇട്ടിട്ട് വേണം കേട്ടോ ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. അപ്പം നമുക്ക് ഇത് ഇനി ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഇതാ നമ്മളെ ഡേറ്റ്സ് നിറച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് അടിപൊളി ടേസ്റ്റ് ആട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അടുത്തൊരു അടിപൊളി വീഡിയോ കാണുന്നവരെ ഇറ്റ്സ് മീ കുക്കുത്തുമി. ബൈ ബൈ.